10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ വീണ്ടും സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് കോഴിക്കോട് നഗരത്തിലെ INTUC പ്രവർത്തകർ. നേതാക്കളും MLA-മാരും മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണുന്നതിനായി തിരുവനന്തപുരത്തേക്ക് പോയതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ആഘോഷ പരിപാടികൾ കാര്യമായി ജില്ലയിൽ നടക്കുന്നില്ല. DCC ഓഫീസിലടക്കം കാര്യമായ ആളുകളുടെ ഒരു സാന്നിധ്യമില്ല. ഒപ്പം ജില്ലയ്ക്ക് മന്ത്രിമാർ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ലീഗ് പ്രവർത്തകരിൽ നിന്നടക്കം കാര്യമായ ഒരു അതൃപ്തി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മാറ്റുന്നത് INTUC പ്രവർത്തകരാണ്, തൊഴിലാളികളാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഒരു UDF സർക്കാർ വീണ്ടും കേരളം ഭരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ തൊഴിലാളികളുടെ ഒരു ആവേശം? തൊഴിലാളികളുടെ ആവേശം നിങ്ങൾ കാണുന്നത് 2500 രൂപയ്ക്ക് ബിരിയാണി. ലക്ഷങ്ങൾ ചെലവായി ഞങ്ങൾ നോക്കുന്നില്ല, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങൾ ബ്രിട്ടീഷ് സ്നേഹം. UDF ടീം UDF അടുത്ത 10 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഭരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി LDF സാധ്യതയുള്ളൂ. 10 വർഷം അത്രയും കഷ്ടപ്പെട്ട് തൊഴിലാളി മേഖലയിൽ വളരെ കഷ്ടപ്പാടായിരുന്നു. ഈ കഷ്ടപ്പാട് മാറുന്ന സമയം വന്നിരിക്കുന്നു മുതൽ യാതൊരു രക്ഷയില്ല. ഇനി UDF സതീശനാണെങ്കിൽ കേരളം സ്വർഗരാജ്യമെന്ന് തന്നെ പറയാം. യാതൊരു ജാതി വ്യത്യാസമില്ലാതെ യാതൊരു വർഗീയ ശക്തികൾക്കും യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ VD സതീശൻ സർക്കാർ വളരെ സത്യസന്ധമായിട്ട് കേരള ഭരണം ഭരിച്ചു തീർക്കുമെന്ന് 100% തൊഴിലാളിയെ ഞങ്ങൾ ഉറപ്പാണ്. എന്താണ് ബിരിയാണി കോഴിക്കോട് ആയതുകൊണ്ടാണ്? കോഴിക്കോട് ഞങ്ങൾ ആഗ്രഹിച്ചാണ് VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങള് തീർച്ചയായിട്ടും ഇവിടെ 2500 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നത് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ പ്രവർത്തകർ തന്നെ ഞങ്ങൾ തൊഴിലാളികൾ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചു. എല്ലാവർക്കും വളരെ ആവേശമായിരുന്നു. ഈ ആവേശം ഞങ്ങൾക്ക് വളരെ കൈകാര്യം ചെയ്തു. വളരെ സന്തോഷം. കോഴിക്കോടിന് മന്ത്രിമാരാരുമില്ല, അതൊരു സങ്കടമല്ലേ? മന്ത്രിമാർ ഞങ്ങൾ ചെറിയ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ UDF സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നതിന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. മാറ്റം വരുമായിരിക്കും. തീർച്ചയായിട്ടും മാറ്റം വരും. മാറ്റത്തിന്റെ തെളിവ് കണ്ടു കഴിഞ്ഞു. നല്ല അഭിപ്രായമാണ്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഭക്ഷ്യവിതരണം നടന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ശരിയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഞങ്ങളെ UDF പ്രവർത്തകരുടെ ആഹ്ലാദമാണ്. പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് INTUC സെക്ഷന്റെ ഭക്ഷണ വിതരണമാണ്. 2500 ആൾക്കുള്ള ഭക്ഷണമാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് VD സതീശൻ മുഖ്യമന്ത്രിയായിരുന്നാൽ ഞങ്ങൾ കൊടുക്കും എന്ന് ഞങ്ങൾ ഓഫർ ചെയ്തതാണ്. ആ വാഗ്ദാനം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തന്നെ നിറവേറ്റിയിരിക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയായാലും കൊടുക്കുമെന്നാണോ അതോ VD സതീശൻ മുഖ്യമന്ത്രിയെ കൊടുക്കുമെന്നാണോ? UDFന്റെ ഏത് മുഖ്യമന്ത്രിയായാലും ഞങ്ങൾ കൊടുക്കും. VD സതീശനാകുമ്പോൾ ഒന്നുകൂടി ജനകീയമായ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്നുകൂടി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇവിടെ ബിരിയാണിയാണത് ഇവിടെ ആഘോഷം അല്ലേ? ബിരിയാണി 2500 ബിരിയാണി നമ്മളെ വകയായിട്ട് അതാണ് 2500 ബിരിയാണി. വലിയ സംഭവമാണ്. വളരെ സന്തോഷമാണ്. ഈ 10 വർഷം തുടർന്ന് ശേഷം UDF തിരിച്ചു വന്നിരിക്കുന്നു. VD സതീശനും മറ്റു മന്ത്രിമാർക്കും എല്ലാവിധ ആശംസകൾ ചെയ്യുക. ഒന്നും പറയാൻ വാക്കുകളില്ല. എന്നാൽ വളരെ സന്തോഷമുണ്ട്. ഈ 10 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ വന്നത് വളരെ സന്തോഷം. 10 ദിവസം മുമ്പാണെങ്കിൽ ബിരിയാണി ഇരട്ടി രസം ഉണ്ടാവേനി. വൈകിയാലും ബിരിയാണി അല്ല, മുമ്പാണ് നല്ല രസം ഉണ്ടാവേനി. നല്ലൊരു ഭരണം കാഴ്ചവെക്കാം. അപ്പോഴാ നമുക്ക് കാര്യമുള്ളൂ. പാവപ്പെട്ടവർക്ക് സഹായിക്കാം. കോഴിക്കോടിന് മന്ത്രിമാരൊന്നും കിട്ടാത്ത അതിനെ കിട്ടാത്തെന്ന് പറഞ്ഞാൽ അത് മുരളീധരനും വന്നിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല. അത് കോഴിക്കോട്ടുകാരനാണല്ലോ. അയാളെ തൃശ്ശൂർക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യം അയാൾക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് കോഴിക്കോട് നടക്കുന്നത്. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അണികൾക്കും പ്രവർത്തകർക്കും നാട്ടുകാർക്കുമൊക്കെ ചെറിയ നിരാശയുണ്ടെങ്കിൽ പോലും കോഴിക്കോട് തട്ടകമാക്കി പ്രവർത്തിച്ചവർ കോഴിക്കോടുകാരായ TCDക്ക് KM ഷാജി പോലുള്ളവർ മന്ത്രി കസേരയിൽ ഇരിക്കുന്നു. ഒപ്പം K മുരളീധരന്റെ ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പോലും പറയാൻ കഴിയുന്ന ഇടമാണ് കോഴിക്കോട്. അതുകൊണ്ട് ഔദ്യോഗികമായ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും INTUC പ്രവർത്തകർ, തൊഴിലാളികൾ VD സതീശന്റെ സത്യപ്രതിജ്ഞ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. 2500-ലധികം ബിരിയാണികളാണ് ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തുന്ന ആളുകൾക്ക് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.